നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ നവാസ് ഓർമ്മയായി. 51ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നമ്മെ വിട്ടു പിരിയുന്നത്. ചോറ്റാനിക്കരയിലെ പ്രകമ്പനം എന്ന് പറയുന്ന സിനിമയുടെ അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ശേഷം വൈകിട്ട് 6 മണിയോടുകൂടെ ചോറ്റാനിക്കരയിൽ തന്നെയുള്ള വൃന്ദാവൻ എന്ന് പറയുന്ന ലോഡ്ജിലേക്ക് അദ്ദേഹം പോവുകയാണുണ്ടായത്. 209 നമ്പർ മുറിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ലോഡ്ജിലെത്തുന്ന സമയത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ച് ഹോട്ടൽ അധികൃതരോട് പറഞ്ഞിരുന്നു, നവാസ് ചെക്കൗട്ടാണ്, ഷെഡ്യൂൾ പൂർത്തിയായി, 8 മണിക്ക് ചെക്കൗട്ട് ചെയ്യും എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു താരത്തിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ എവിടെയാണോ അദ്ദേഹം താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലത്ത് വിളിച്ച് പറയുകയാണ് ചെയ്യുക. അങ്ങനെ അവിടെ വിളിച്ച് പറഞ്ഞു. ഹോട്ടൽ അധികൃതർ അത് മാർക്ക് ചെയ്യുകയും ചെയ്തു. 8:30 നവാസ് ഇറങ്ങി വരാത്തതിനെ തുടർന്ന് ഹോട്ടൽ ബോയിയോട് അവിടുത്തെ മാനേജർ റൂമിൽ ചെന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ ബെല്ലടിച്ചപ്പോൾ കതക് തുറന്നില്ല. പിന്നീട് അവർ നോക്കിയപ്പോൾ കതക് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അകത്ത് നോക്കിയപ്പോൾ ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലാണ് നവാസിനെ കണ്ടെത്തുന്നത്. അടുത്ത് തന്നെ സോപ്പും ഈ പറഞ്ഞതുപോലെ തോർത്തും എണ്ണയും മാറിയിടാനുള്ള ഡ്രസ്സും ഒക്കെ പുറത്തു വെച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം കുളിക്കാൻ തയ്യാറാകുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് അറ്റാക്ക് വന്നിട്ട് അവിടെ വീണത് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഉടൻ തന്നെ ഇദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളറെ അറിയിക്കുകയും ഈ സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ വളരെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് അവർ ഓടിയെത്തുകയും എല്ലാവരും കൂടെ ചേർന്ന് ഈ ഹോട്ടലിന് തൊട്ടടുത്തുള്ള ടാറ്റ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ചോറ്റാനിക്കര ടാറ്റ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ നവാസിൻ്റെ കൈകൾ ചലിക്കുന്നുണ്ടായിരുന്നെന്നും മരണം സംഭവിച്ചിട്ടില്ലായിരുന്നു എന്നും ചില ആളുകൾ പറയുന്നതായിട്ട് വാർത്തകളിൽ നമ്മൾ കേട്ടു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ആൾ അറ്റാക്ക് വന്ന് മരിച്ചിരുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ കൃത്യസമയവും കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ ഇന്ന് നടക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമേ നവാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അറ്റാക്ക് ആണോ, എത്ര മണിക്കാണ്, അതോ വേറെ എന്തെങ്കിലും ആണോ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ. നവാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോടൊക്കെ വളരെ അടുപ്പമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി. ഏതൊരു മനുഷ്യനെ പരിചയപ്പെട്ട് കഴിഞ്ഞാലും പിന്നീട് അയാളെ കാണുമ്പോൾ വളരെ സൗഹൃദത്തോടു കൂടി ഓടിയെത്തി ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് നമ്മുടെ വിശേഷങ്ങളും നമ്മുടെ വീട്ടിലെ കുടുംബത്തിൻ്റെ വിശേഷങ്ങളും എല്ലാം ചോദിച്ചറിയുന്ന ഒരു മനുഷ്യ സ്നേഹിയെ നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് എല്ലാ സിനിമ ആസ്വാദകരും സിനിമാ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമെല്ലാം. ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ടാറ്റ ആശുപത്രിയിൽ വലിയൊരു ജനക്കൂട്ടം, സിനിമാ നടന്മാരും ടെക്നീഷ്യന്മാരും ഈ സിനിമയിലെ ടെക്നീഷ്യന്മാരും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ആയിട്ട് വലിയ ജനക്കൂട്ടം അവിടെ ഓടിയെത്തിയിരുന്നു. അത് അദ്ദേഹത്തിന് ഉള്ള ജനപ്രീതിയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് പിന്നീട് കളമശ്ശേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദിലീപ് ഉൾപ്പെടെയുള്ള താരങ്ങൾ, അതായത് ദിലീപിൻ്റെ സൗഹൃദം നവാസുമായിട്ടുള്ള സൗഹൃദം എന്താണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് കലാഭവനിൽ ഇവരൊക്കെ ഒരുമിച്ച് മിമിക്രിയുമായി തുടങ്ങി. പിന്നീട് വർഷങ്ങളോളം ഈ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്ന ഒരു കാസറ്റ് ഇറങ്ങുമായിരുന്നു. ആ കാസറ്റിൻ്റെ ഭാഗമായിരുന്നു ഇവരെല്ലാവരും. കലാഭവനിൽ നിന്നിറങ്ങിയ ഒരുവിധം എല്ലാ ആളുകളും ആ കാസറ്റിൻ്റെ ഭാഗമായിട്ട് ആദർശിക്കുകയും ദിലീപും ഈ നവാസും റഹ്മാനും സൈനുദ്ദീനും അങ്ങനെ തുടങ്ങി ഒരു താരനിര തന്നെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അവരായിരുന്നു ആ കാലഘട്ടത്തിലെ മിമിക്രി എന്ന് പറയുന്ന കലാരൂപത്തെ മലയാളികൾക്ക് ഇത്രമേൽ സുപരിചിതമാക്കി കൊടുത്ത അനുഗ്രഹീത കലാകാരന്മാർ. അപ്പോൾ ആ സൗഹൃദ വലയം മുഴുവൻ ഇന്നലെ ടാറ്റ ആശുപത്രിയിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലുമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ഇന്നും അവരെല്ലാവരും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. നവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചലച്ചിത്ര നടി, 2 മക്കൾ, സഹോദരൻ നിയാസ് ബക്കർ. നമുക്ക് വാത്സല്യം എന്ന് പറഞ്ഞ സിനിമ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും എന്നെനിക്കറിയാം. വാത്സല്യം എന്ന് പറയുന്ന സിനിമ കാണാത്ത ആളുകൾ വളരെ വിരളമായിട്ടുള്ളത്. വാത്സല്യം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ കുഞ്ഞമാമ എന്ന് വിളിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. മോണ കാട്ടിച്ചിരിക്കുന്ന പല്ലില്ലാത്ത ആ ചിരിയുണ്ടല്ലോ, അത് അബൂബക്കർ എന്ന് പറയുന്ന ഒരു അനുഗ്രഹീത നാടക സിനിമ താരത്തിൻ്റെതാണ്. അബൂബക്കർ എന്ന് പറയുന്ന ആ അതുല്യ കലാകാരൻ്റെ 2 മക്കളിൽ മൂത്തയാളാണ് നവാസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആൾ നിയാസ് ബക്കർ. നവാസ്കയും ആദ്യഘട്ടങ്ങളിൽ നവാസ് ബക്കർ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കലാഭവൻ എന്ന പേര് ചേർത്തതിനോടുകൂടി കലാഭവൻ നവാസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. പലപ്പോഴും ഈ പറഞ്ഞതുപോലെ കുഞ്ഞമ്മാമയുടെ മോണകാട്ടിയുള്ള ചിരിയെക്കുറിച്ച് പല ഇൻ്റർവ്യൂകളിലും നവാസ് എന്ന് പറയുന്ന കലാകാരനോട് ചോദിക്കുന്ന ഘട്ടത്തിൽ ആ സമയങ്ങളിലെല്ലാം കണ്ണ് നനയുന്ന നവാസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അത്രമേൽ അടുപ്പമായിരുന്നു ബാപ്പയും മക്കളും തമ്മിൽ. മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും സാമ്പത്തികമായിട്ട് ഒന്നും നേടിയിട്ടില്ലാത്ത, ഒന്നും ബാക്കി വെച്ചിട്ടില്ലാത്ത ഒരു കലാകാരനാണ് ഈ പറഞ്ഞ അബൂബക്കർ എന്ന് പറയുന്ന കലാകാരൻ.
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം സമ്പാദിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബവും മക്കളും മാത്രമൊക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് സാമ്പത്തികമായിട്ട് അദ്ദേഹം വലിയ നേട്ടങ്ങളൊന്നും നേടിയിട്ടില്ല. അപ്പോൾ പിന്നീട് ഈ നവാസിക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളും മറ്റുള്ളവരുടെ സങ്കടങ്ങളും ഒക്കെ മറയ്ക്കാൻ അദ്ദേഹം കണ്ടെത്തിയ ഒരു വഴി എന്ന് പറയുന്നത് മിമിക്രിയിലൂടെ ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. വേദിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് കലാകാരൻ്റെയാണോ അല്ലെങ്കിൽ ഏത് ആർട്ടിസ്റ്റിൻ്റെയാണോ ശബ്ദവും അവരുടെ അനുകരണവും ഒക്കെ അവരുടെ രൂപസാദൃശ്യവും ഒക്കെ ഒപ്പിച്ച് കൃത്യമായിട്ട് തൻ്റെ മുന്നിലിരിക്കുന്ന ആസ്വാദകരെ ചിരിപ്പിക്കാൻ കഴിവുള്ള ഒരു കലാകാരനായിരുന്നു കലാഭവൻ നവാസ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെല്ലാം തന്നെ പറയുന്നത് കേൾക്കാം, ചില ഘട്ടങ്ങളിൽ നമുക്ക് വേദിയിൽ വെച്ച് ഒന്ന് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡയലോഗ് മറന്നു പോവുകയോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയോ ചെയ്യുന്ന ആ സിറ്റുവേഷൻ വളരെ സൗമ്യമായിട്ട് വളരെ നർമ്മത്തോടു കൂടി ഓവർകം ചെയ്യാൻ കഴിവുള്ള അപൂർവം ചില കലാകാരന്മാരിൽ ഒരാളാണ് നവാസ് എന്ന് പലപ്പോഴും പറഞ്ഞു. ഇപ്പോൾ തന്നെ പല ആളുകളും നവാസ് എന്ന് പറയുന്ന കലാകാരനെ ഓർത്തെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൗഹാർദ്ദപരമായ അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചാണ് ആദ്യം സംസാരിക്കുക. അദ്ദേഹം പലപ്പോഴും ഓരോ ആളുകളെ കാണുമ്പോൾ അവരുടെ അടുപ്പം അവരോടുള്ള സ്നേഹം എങ്ങനെയാണ് അദ്ദേഹം പ്രകടമാക്കുന്നത് എന്നത് തന്നെയാണ് കലാഭവൻ നവാസ് എന്ന് പറയുന്ന മനുഷ്യൻ നമ്മളെ വിട്ടു പോകുമ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അദ്ദേഹം ബാക്കി വെച്ച ഓർമ്മകൾ നമുക്ക് ഇങ്ങനെ ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം നമുക്ക് മുന്നിൽ കാഴ്ചവെച്ച പല രീതിയിലുള്ള കഥാപാത്രങ്ങളുണ്ട്. നമുക്കറിയാം 1995 മിമിക്സ് ആക്ഷൻ 500 ബാലു കിരീത് സംവിധാനം ചെയ്ത മിമിക്സ് ആക്ഷൻ 500 എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം എത്തുന്നത്. അതിൽ ഒരു പറ്റം കലാഭവനിലെ ആർട്ടിസ്റ്റുകളാണ് ആ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നീട് തുടക്കത്തിൽ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു. പിന്നീട് വലിയൊരു ബ്രേക്ക് അദ്ദേഹത്തിന് വന്നു. പക്ഷേ ആ ബ്രേക്ക് വന്ന ഘട്ടങ്ങളിൽ പോലും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സ്റ്റേജ് പ്രോഗ്രാമും മറ്റ് ഗാനമേള പ്രോഗ്രാമുകളും ഒക്കെ ആയിട്ട് നമുക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവസ്ഥ. ഏറ്റവും ഒടുവിലായിട്ട് ഇറങ്ങിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വരെ അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങളോട് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിരുന്ന പ്രോഗ്രാമുകളോട് അങ്ങേയറ്റം നീതി പുലർത്തിയിരുന്നു എന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. നമ്മളെ വിട്ട് പിരിയുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം ഒരു സിനിമയുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം ആ പ്രകമ്പനം എന്ന് പറയുന്ന സിനിമയുടെ അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ ആരംഭിക്കുന്നത് 4-ാം തീയതിയാണ്. അപ്പോൾ 4-ാം തീയതി ആകുമ്പോഴേക്ക് വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് ലൊക്കേഷനിൽ നിന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി അദ്ദേഹം ഈ റൂമിലേക്ക് വരുന്നത് തന്നെ. പിന്നീട് ലൊക്കേഷനിലുള്ളവർ അറിയുന്ന വാർത്ത നവാസ് ബോധരഹിതനായി വീണു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ ആശുപത്രിയിലേക്ക് അവർ ഓടിയെത്തുമ്പോഴേക്കും നവാസ് നമ്മളെ വിട്ട് പിരിഞ്ഞിരുന്നു എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ പല അഭിനേതാക്കളും അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഇത്രയും കാലം സഞ്ചരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത കൂട്ടുകാർക്കൊക്കെ വളരെ വേദനയോടുകൂടി മാത്രമാണ് ഈ ഒരു സമയം കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. എന്തായാലും നവാസ് എന്ന് പറയുന്ന അനുഗ്രഹീത കലാകാരൻ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ നിയാസ് ബക്കറിനെ നമുക്കറിയാം. മറിമായം എന്ന് പറയുന്ന പ്രോഗ്രാമിലെ ഒരു പ്രധാന കഥാപാത്രം ഇപ്പോഴും ചെയ്യുന്നതാണ് നിയാസ് ബക്കർ. ഇതിനു മുൻപ് നവാസ്കയുടെ ഒരു ഹിറ്റ് ഗാനമുണ്ട്. അതായത് എസ് ജാനകിയുടെ ശബ്ദത്തിൽ പലപ്പോഴും വേദികളിൽ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് പാട്ടുപാടിയിട്ടുള്ള നവാസ് എന്ന് പറയുന്ന കലാകാരനെ നമുക്ക് ഓർമ്മയുണ്ടാകും. എന്തായാലും അദ്ദേഹം വന്ന വഴികളിലെല്ലാം അദ്ദേഹത്തിൻ്റെതായ കാൽപ്പാടുകൾ ബാക്കി വെച്ചുകൊണ്ടാണ് നവാസ് എന്ന് പറയുന്ന കലാകാരൻ നമ്മളെ ഇപ്പോൾ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്. വളരെയധികം വേദനയോടുകൂടി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.